അസ്സലാമലൈക്കും. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ താഹിറാണ് ഒറ്റപ്പാറ. എൻ്റെ മോനെ രക്ഷിക്കണം. എൻ്റെ മോൻ്റെ മോനുള്ളത് കുഞ്ഞു മോനെ എൻ്റെ അച്ഛന് തിരിച്ചു കൊടുക്കണം. എല്ലാവരും സഹായിക്കും കേട്ടോ. മൂത്ത മകനാണിത്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന മോനാണിത്. ആക്സിഡന്റ് പറ്റിയിട്ടും പേടിക്കാൻ പറ്റാണ്ട് താഴ്ന്ന കിടപ്പ്. പ്രിയമുള്ളവരെ നമസ്കാരം. ഈ അമ്മയുടെ വാക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കണം. പ്രവാസിയായ അലീഷ് ഇന്ന് 1 വർഷത്തോളമായി കട്ടിലിൽ കിടക്കുകയാണ്. ഉള്ള സമ്പാദ്യമെല്ലാം വിറ്റുപെറുക്കി ഈ ഇരിക്കുന്ന വീട് ഇവരുടെ തന്നെയായിരുന്നു. ഇത് വിൽപ്പന നടത്തി അതിൻ്റെ ചെലവിൽ ഇവന്റെ ചികിത്സയൊക്കെ നടത്തി ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. കുടുംബത്തിന്റെ ഏക ആശ്രയ ഈ അമ്മ എപ്പോഴും കയറി വന്നേക്ക് പറഞ്ഞു, എൻ്റെ മോൻ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു. അച്ഛനാണെങ്കിൽ തളർന്ന് സുഖമില്ലാത്തൊരു സാധു മനുഷ്യനാണ്. ഈ പെങ്ങളുടെയും നേരെ അനിയൻ്റെയും എല്ലാ കുടുംബത്തിലെ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഇന്ന് ഈ അവസ്ഥയിൽ വളരെ മോശമായൊരു സാഹചര്യത്തിൽ നടക്കും. ഈ പൊന്നു മോനൊക്കെ അവൻ്റെ അച്ഛൻ ഇന്ന് എണീക്കും നാളെ എണീക്കും എന്നുള്ള ഒരുപാട് പ്രതീക്ഷയിലാണ്. മറ്റു കുട്ടികളൊക്കെ അച്ഛൻ്റെ കൂടെ കളിക്കുമ്പോഴും അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ നാളെ എൻ്റെ അച്ഛനും എൻ്റെ കൂടെ എൻ്റെ കാര്യങ്ങളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലായി പൊന്നുമോൻ. നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം ചെറുപ്പക്കാരനാണ്, 36 വയസ്സ് മാത്രമേ ഉള്ളൂ. ആകെയുള്ള ഒരു പൊന്നു മോനും ഈ അമ്മയ്ക്കൊക്കെ ഉള്ള ഒരു ആശ്രയം. നിങ്ങൾ സഹായിക്കണം കേട്ടോ. വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ നാടിൻ്റെ സഹായമൊക്കെ കരുണയുള്ള മനുഷ്യന്മാരൊക്കെ സഹായിച്ച് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഈ വയറിനകത്തു കൂടെ ഒരു ഗ്ലാസ് ജ്യൂസോ ഫ്രൂട്ട്സോ വാങ്ങി കൊടുക്കാൻ സാമ്പത്തികമില്ലാത്തൊരവസ്ഥയാണ് ഈ അമ്മ നമ്മളോട് കരഞ്ഞു പറയുന്നത്. കാരണം ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെയാണ് അവന് കൊടുക്കുന്നത്. വേറെ ഭക്ഷണങ്ങളൊന്നും അവന് കഴിക്കാൻ കഴിയില്ല. അതും ഇതിലൂടെ ട്യൂബ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ കാണിക്കാൻ കഴിയില്ല, അവിടെ ഇൻഫെക്ഷനാണ്. ഇത്രയും ഒരു ദയനീയമായ ഒരു അവസ്ഥയുള്ള ഒരു കുടുംബമാണ്. നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ ഒരു 10 രൂപ ഒരു പ്രവാസിയായ ഒരു സഹോദരന് വേണ്ടി സഹായിക്കാം. ഈ ഒരു പൊന്നു മോൻ 3 വയസ്സുകാരനാണ്. അവൻ്റെ അച്ഛനെ ഒന്ന് എണീറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള വലിയ ആഗ്രഹമാണ്. നിങ്ങൾ സഹായിക്കണം കേട്ടോ. ചേട്ടന് ആക്സിഡന്റ് പറ്റിയിട്ട് കുറെ നാളായി വയ്യാതെ കിടക്കുന്നു. ഞങ്ങൾക്ക് ഇനി ചേട്ടനെ ചികിത്സിക്കാനുള്ള മാർഗമില്ല. ഞങ്ങൾ സഹായിക്കണം എല്ലാവരും. വർഷത്തിന് പൈസയില്ല. ഞങ്ങൾ കടത്തിൽ മുങ്ങിയിട്ടാണ് അവർ ചികിത്സ നടന്നത്. ഇപ്പം യാതൊരു മാർഗമില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാണ് നിൽക്കുന്നത്. എൻ്റെ മോനെ രക്ഷിക്കണം. അവൻ്റെ അച്ഛൻ ഉഷാറായിട്ട് എണീക്കണം അല്ലേ? കുട്ടിയുടെ കൂടെ സ്കൂളിലേക്കൊക്കെ വരണം അല്ലേ? കയ്യാൻ നിൽക്കുന്നുണ്ടോ? നമുക്ക് ഉഷാറായിട്ട് അച്ഛനെ എണീച്ച് നടത്തണ്ടേ? എന്നിട്ട് കുട്ടിയുടെ കൂടെ സ്കൂളിലേക്ക് കൊണ്ടുപോണ്ടേ? അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും അച്ഛന് വേണ്ടി സഹായിക്കാൻ പറയാം അല്ലേ? പ്രിയമുള്ളവരെ, പൊന്നു മോനൊക്കെ അവൻ്റെ അച്ഛന് നല്ലൊരു കോലത്തിൽ അല്ലെങ്കിൽ മറ്റു മക്കളൊക്കെ അവരുടെ പേരൻസൊക്കെ അവൻ്റെ കാര്യങ്ങൾ നടത്തുമ്പോൾ രാത്രി കാലങ്ങളിൽ ഉറങ്ങി കിടക്കുമ്പോഴൊക്കെ അടുത്ത് വന്നിട്ട് ഉമ്മ കൊടുത്തും തലോടിയും പാട്ട് പാടിയിട്ടൊക്കെ അവൻ്റെ അച്ഛൻ്റെ സാന്നിധ്യം അവനെപ്പോഴും കൊണ്ടു നടത്തുന്നത് ഇങ്ങനെയൊക്കെയാണ്. ആരുമില്ല ഇവർക്ക്. ഇവരുടെ നാട്ടുകാരൊക്കെ സഹായിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ പുറം ലോകം കണ്ട് പ്രവാസികളായ നിങ്ങളെ കൂട്ടത്തിൽ ഒരുത്തനായി കണക്കിലെടുത്ത് സഹായിക്കണം കേട്ടോ. ഒരു നിവൃത്തിയില്ലാതെയാണ് ഈ അമ്മയും മക്കളൊക്കെ നമ്മളോട് അപേക്ഷിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ അശോകേട്ടൻ്റെ മകനാണ് നമ്മുടെ ചികിത്സാ സഹായവും കാത്ത് ആ കട്ടിലിൽ കിടക്കുന്നത്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്. ഞാൻ ഏകദേശം 40ഓളം വർഷമായി ഇവിടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഈ അശോകനെ നേരിട്ട് പരിചയമുള്ളതാണ്. വളരെ ദയനീയ അവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ മകന് അപകടം പറ്റി, നിങ്ങളെല്ലാവരും കണ്ടു കാണും. വളരെ ദയനീയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ദയവ് ചെയ്ത് നമ്മൾ ഇത് കേൾക്കുന്ന വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഈ കുടുംബത്തിനെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞാൻ ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ മുൻ മെമ്പറാണ്. അവന് വേണ്ടി എല്ലാ സഹായങ്ങളും നമ്മുടെ എല്ലാവരും ചെയ്തു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. വന്ന് ആക്സിഡൻ്റായി അവർക്ക് ഒരുപാട് സംഖ്യ ചിലവായിട്ടുണ്ട്. അനീഷിന്ന് കിടക്കുന്ന ആ ഒരു കിടപ്പ് കാണുമ്പോൾ നമുക്ക് ആർക്കായാലും നമ്മുടെ മക്കൾ കിടക്കണം അതേപോലെ തന്നെയാണ്. എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം. ഈ നാട് മുഴുവനും നമ്മളോട് അപേക്ഷിക്കുന്നത് ആ പൊന്നു മോനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. പ്രവാസിയായിരുന്ന ആ സഹോദരന് വേണ്ടി നിങ്ങൾ ഓരോ പ്രവാസികളും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്ത്